സന്തോഷം എന്നുള്ളതിൻ്റെ ആനന്ദം നമുക്കറിയാം. സന്തോഷം എന്നുള്ളത് സാധനം വളരെ നൈമിഷികമായിട്ടുള്ള ഒരു വികാരമാണ്. കാരണം ഞാൻ എന്തെങ്കിലും നേടി എന്നുള്ളതിനാണ് എനിക്ക് സന്തോഷം. ഞാനൊരു തമാശ പറഞ്ഞിട്ട് മറ്റുള്ളവർ ചിരിച്ചാൽ പോലും അതെനിക്ക് സന്തോഷമാവുമെങ്കിൽ അതെൻ്റെ ഒരു നേട്ടമാണ്. കാരണം ഞാൻ പറഞ്ഞ തമാശ കൊണ്ടാണ് മറ്റുള്ളവർ അത് നേടിയത്, അല്ലെങ്കിൽ അവർ ചിരിച്ചത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് അയാൾ ലോട്ടറി എടുത്തുകൊണ്ട് അയാൾക്ക് നേടിയെങ്കിൽ അപ്പോഴും എനിക്ക് വേണമെങ്കിൽ സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ നിരാശ വരും, എനിക്കും കൂടെ വാങ്ങായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം കൊണ്ട് വേറൊരാൾക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷത്തോടൊപ്പം നിരാശകൾ വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ദോഷമാണ്. കാരണം എൻ്റെ കർമ്മം എന്താണ്, എൻ്റെ കഴിവെന്താണ് എന്നുള്ളതിനെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പെരുമാറുന്നില്ല എങ്കിൽ ഏത് സന്തോഷവും ആ സന്തോഷം വളരെ ദുർബലമായി മാറും. നമുക്കത് സന്തോഷിക്കണോ, നിരാശപ്പെടണോ, ദുഃഖിക്കണോ എന്നുള്ളതെല്ലാം ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ ബേസ് ചെയ്തായിരിക്കുക. എന്നാൽ ആനന്ദം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതായത് സന്തോഷം എന്നുള്ള അവസ്ഥ വളരെ നൈമിഷികമായിട്ട് നമുക്ക് ഇന്ന് നേടുന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്ത് നമ്മൾ ഇത് ചെയ്യുന്നു. ആനന്ദം എന്നുള്ളൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും സുഖമായിട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരവസ്ഥ. ആനന്ദം എന്നുള്ളത് നമ്മൾ ജീവിതത്തിലെ എൻജോയ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ആനന്ദം എന്ന് പറയാം. നമ്മളിപ്പോൾ ഇന്നത്തെ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാരണം പലതരത്തിലുള്ള എൻജോയ്മെൻറ്റ് ഇന്ന് നാട്ടിലുണ്ട്. മദ്യപിക്കുന്നവർക്ക് അതൊരു ആനന്ദമായിരിക്കാം, അതൊരു എൻജോയ്മെൻ്റ് ആയിരിക്കാം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനും ചിലപ്പോൾ ആനന്ദമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ബാക്കിലുള്ള വികാരം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ പോയത്? ഈ പറഞ്ഞ പോലെ കൂട്ടുകാരെ സുഖിപ്പിക്കാനോ കൂട്ടുകാർക്ക് വേണ്ടി ഒരു ടീമിന് ഇത് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിന് വേണ്ടി മാത്രം ഞാൻ ആനന്ദം കണ്ടെത്താൻ പോയാൽ ആ ആനന്ദത്തിന് അപ്പുറേക്ക് ആ ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞ് അപ്പുറേക്ക് വരുമ്പോൾ ആ ആനന്ദം ദുഃഖമായിട്ടോ അല്ലെങ്കിൽ നൈരാശ്യമായിട്ടോ മാറും. അത് യഥാർത്ഥത്തിൽ ശരിക്കും ആനന്ദമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന എൻജോയ്മെൻറ്റ് എന്ന് കിട്ടുന്ന ഫെസിലിറ്റീസ്, അതായത് പണം കൊടുത്ത് കിട്ടുന്ന എൻജോയ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഒരു ആനന്ദമല്ല. അപ്പോൾ നമ്മൾ ആനന്ദം കണ്ടെടുക്കാൻ പോകുന്ന മാർഗ്ഗങ്ങൾ അത് നമുക്ക് ആനന്ദിക്കാൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. പിന്നെ അടുത്തൊരു ആനന്ദം കിട്ടുന്നത് നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്നാണ്. ക്ഷേത്രങ്ങളിൽ നമുക്ക് ലഭിക്കേണ്ടത് ആനന്ദം ആ ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനെയോ ബാക്കി നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോയി നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ ആ ഈശ്വരൻ്റെ നല്ല ക്വാളിറ്റിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി ആ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ആ നല്ല ക്വാളിറ്റിയുള്ള ഈശ്വരൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം വരുമ്പോൾ നമുക്കൊരു ആനന്ദം വരാം. പക്ഷേ ഇന്ന് ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ പോകുന്നത് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് ഇന്ന നേട്ടത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എനിക്ക് ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയാണ് പോകുന്നത്. കാരണം ഇതൊരു ഓഫീസായി മാറി.